കിടവൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഖബറടക്കത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി പേർ അവിടെയും എത്തിയിട്ടുണ്ട്. എല്ലാവരും വല്ലാതെ വൈകാരികമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ അടുത്തേക്ക് പോയി അതിൻ്റെ ആ ദൃശ്യങ്ങളൊന്നും തന്നെ പകർത്തുന്നില്ല. കുറച്ച് ദൂരെ മാറി നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതും ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതും. മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അധികം സമയമുണ്ടാകില്ല. കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ അതിൻ്റെ പരിസരത്ത് തന്നെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം സങ്കടം, ദുഃഖം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലും കടന്നു പോകുമ്പോൾ മാത്രമേ, അനുഭവിക്കുമ്പോൾ മാത്രമേ അത് എത്രത്തോളം വേദനിപ്പിക്കുന്നതാണ് എന്നുള്ളത് അത് ഓരോ വ്യക്തികൾക്കും അതങ്ങനെ തന്നെയാണ്. മിഥില അവിടെ നിൽക്കുമ്പോഴും അതേ വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. പറയൂ മിഥില. സ്മിത, തീർച്ചയായും നമ്മൾ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇടവരുത്തല്ലേ എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഖബർസ്ഥാനിൽ പള്ളിക്ക് സമീപം നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നത്. കാരണം അത്ര കണ്ട് മനസ്സ് സത്യം പറയാച്ചാൽ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:30-ക്കാണ് അവൻ്റെ മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെ വീട്ടിലെത്തിക്കുന്നു. രാവിലെ 6 മണി മുതൽ അവൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ആളുകൾ, അവൻ്റെ സുഹൃത്തുക്കൾ, അയൽക്കാർ, ഒപ്പം പഠിച്ചവർ, തോളോട് തോൾ ചേർന്ന് നടന്നവർ, അങ്ങനെ അവന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ രാവിലെ 6 മണി മുതൽ നമ്മൾ അവിടെ എത്തിയ ആ സമയം മുതൽ തന്നെ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഉമ്മയ്ക്ക് ശാരീരികമായ അവസ്ഥകൾ ഉണ്ടായി. അതിന് പിന്നാലെ അവരവിടെ വാടക വീടായിരുന്നു. ആ വാടക വീട്ടിൽ നിന്നും തറവാട് വീട്ടിലേക്ക് ഒരു 11-11:30-യോടെ ഉമ്മയെയും ബാപ്പയെയും കൊണ്ടുവന്നു. പിന്നീട് 3:30-യോടെ ഈ തറവാട്ട് വീട്ടിലേക്കാണ് അവൻ്റെ ഭൗതികദേഹം ആദ്യം എത്തിച്ചത്. ഇപ്പോൾ സംസ്കാര ചടങ്ങ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 3:30-യോടെ തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നു. അവിടെ അടുത്ത ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രം കാണാനുള്ള അവസരമായിരുന്നു ഉണ്ടാവുക എന്ന് ആദ്യം പറഞ്ഞത്. എന്നാൽ അതല്ല അവിടെ സംഭവിച്ചത്. അങ്ങോട്ടും ഒഴുകിയെത്തിയത് നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. ആ ഒഴുകിയെത്തിയ ആളുകൾ അവർക്ക് അവിടെയും നമ്മൾ കണ്ണു നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് അവിടെയും കണ്ടത്. പിന്നീട് അവൻ്റെ നിർമ്മാണം പാതിയായ ആ വീടിന് മുന്നിൽ കൂടെ ചേതനേറ്റ ശരീരം ആംബുലൻസിൽ അവിടെ നിന്നും ഇങ്ങോട്ട് ഈ ഖബർസ്ഥാനിലേക്ക്, മദ്രസയിലേക്ക്, പൊതുദർശനത്തിനെല്ലാം കൊണ്ടുവരുമ്പോഴും നമ്മൾ കണ്ടതാണ് ആ ആംബുലൻസിന് പിന്നാലെ ആ ഒരു മദ്രസയിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കൂട്ടത്തെ. അതുതന്നെയാണ് ഇപ്പോൾ ഖബർസ്ഥാനിൽ അവൻ്റെ ഖബറടക്കം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. ഈ പള്ളിയുടെ ഒരു ഭാഗത്ത് അവൻ്റെ സുഹൃത്തുക്കളുണ്ട്. തോളോട് തോൾ ചേർന്ന് വിങ്ങി കരയുന്ന അവരെയാണ് നമുക്ക് കാണുന്നത്. ഇനി ഒരു തരത്തിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രതികരണം എടുക്കുമ്പോൾ നമ്മളെടുത്ത ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇനി ഇടപെടുത്തരുത് എന്ന ഒരു കാര്യം. അതിന് ശക്തമായ നടപടി വേണം. ആരാണോ കുറ്റക്കാർ, പ്രായം നോക്കാതെ ആ കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യം തന്നെയാണ് അവിടെ എത്തിയ ഓരോ ആളുകളും പറയുന്നത്. കാരണം കുട്ടികളാണ് എന്ന് അവരെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവരുടെ ആ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിലൂടെ പുറത്തു വന്ന സന്ദേശങ്ങളെല്ലാം തന്നെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണോ ഇതെന്ന ഒരു സംശയമാണ് നമുക്ക് അവരുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവൻ്റെ സുഹൃത്തുക്കളെയാണ് ഇപ്പോൾ പലരും താങ്ങിപ്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവൻ്റെ ഖബറടക്കം പൂർത്തിയായിരിക്കുന്നു. അവൻ്റെ പ്രിയപ്പെട്ടവർ അവൻ്റെ ആ ഖബറിലേക്ക് ഒരു നുള്ള് മണ്ണ് ഇടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഓരോ ആളുകളെയായി, കൂട്ടുകാരെയായി ഇങ്ങോട്ട് തോളിൽ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. സ്മിത. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഖബർസ്ഥാനിലെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. നിരവധി പേർ അവിടെയും എത്തിയിട്ടുണ്ട്. ആ അന്ത്യയാത്ര നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെ 12:30-ക്കാണ് ആ കുഞ്ഞു ജീവൻ പൊലിഞ്ഞു പോയത്. അതുവരെ കളിച്ചും ചിരിച്ചും സുഹൃത്തുക്കൾക്കൊപ്പം നടന്നിരുന്ന 15 വയസ്സുകാരനാണ്. ഒരു സംഘർഷമുണ്ടാകുന്നു. അതിനെ തുടർന്ന് വീണ്ടും സംഘർഷങ്ങൾ. അതിങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയിരുന്നതല്ല. പക്ഷേ അച്ഛനമ്മമാർക്ക്, സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ, സ്കൂളിന്, അധ്യാപകർക്ക് ഒക്കെ നഷ്ടമായിരിക്കുന്നു. സ്കൂളിൽ നിന്നുള്ള സഹപാഠികളെത്തിയതും സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ കണ്ണീരും സങ്കടമൊക്കെ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അന്ത്യയാത്രാമൊഴി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവർ.
ഷബാസിന്. മിഥില ബാലനും രാഹുൽ സുരേഷുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.